വികസനമാണ് ബി.ജെ.പിയുടെ പ്രധാന അജണ്ടയെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വാഗ്ദാനമല്ല, അത് നടപ്പാക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. നിലമ്പൂരിലും പ്രധാന പ്രചരണ വിഷയം വികസനം തന്നെയാണ്. കേരളം മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ. നിലമ്പൂരിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശിവദാസ് കനമനം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട്. എന്താണ് ബി.ജെ.പിയുടെ ഒരു പ്രധാന പ്രചാരണ വിഷയങ്ങളും അതോടൊപ്പം തന്നെ പ്രതീക്ഷകളും മണ്ഡലത്തിൽ? അല്ല, വിഷയം ഒരു വ്യക്തമല്ലേ. ഇതുവരെ ഈ നിലമ്പൂരാണോ കേരളം മൊത്തമാണോ ഈ LDFും UDFും ഭരിച്ച 60-65 കൊല്ലം അവരൊന്നും ചെയ്തിട്ടില്ല. വാഗ്ദാനം കൊടുത്ത് ഒന്നും ചെയ്യാത്ത ഒരു രാഷ്ട്രീയമായിരുന്നു ഇതുവരെ നടന്നത്. ഇവർ ജനങ്ങളെ വിഡ്ഢിയാക്കി, ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞ് വിഡ്ഢിയാക്കി വാഗ്ദാനം കൊടുത്ത് ഒന്നും ചെയ്യാതെ അഴിമതി ചെയ്യല്ലാണ്ട് ഇവർ ഒന്നും ചെയ്തിട്ടില്ല. ഈ പഴയ സ്റ്റൈൽ ഒരു രാഷ്ട്രീയം, ഒരു പവർ പോളിറ്റിക്സ്, ഒരു അവസരവാദ രാഷ്ട്രീയമാണ് ഇവർ ഇതുവരെ ചെയ്തിരിക്കുന്നത്. അതൊരു ഓപ്ഷനാണ്. ജനങ്ങൾ തീരുമാനിക്കണം, അത് വേണോ ഇനി BJP NDA മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വികസന രാഷ്ട്രീയമാണോ വേണ്ടത്. അത് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഞങ്ങളൊരു കാഴ്ചപ്പാടുണ്ട്. വികസിത കേരളം എന്ന വികസിത നിലമ്പൂർ, അതിനെക്കുറിച്ച് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ വിഷന് അത് മുമ്പോട്ട് വയ്ക്കും. ജനങ്ങൾ തീരുമാനിക്കും എന്താണ് വേണ്ടത്. ഇതേ പഴയ ഒരു പ്രീണ രാഷ്ട്രീയം, അവസരവാദ രാഷ്ട്രീയമാണോ വേണ്ടത്? ഒരു മാറ്റം വേണോ? നമ്മൾ കുട്ടികൾക്കൊരു വിദ്യാഭ്യാസം, സ്കില്ലും തൊഴിലും അവസരം ഉള്ളൊരു രാഷ്ട്രീയമാണോ വേണ്ടത്? ഇവിടെ സ്റ്റേഡിയം 60 കൊല്ലമായിട്ട് സ്റ്റേഡിയം ഇല്ല, അത് ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമാണോ? അതിൻ്റെ ചർച്ചയാണോ വേണ്ടത്? ഇതെല്ലാം വിട്ട് ഈ LDFും UDFും ഞങ്ങൾ ഇതാണ് മറ്റേത് ഇതാണെന്നും പറഞ്ഞ് നടക്കുന്ന ആ രാഷ്ട്രീയത്തിന് പൊളിക്കാനും തകർക്കാനാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ്. ഈ പവർ പോളിറ്റിക്സും അവസരവാദ രാഷ്ട്രീയത്തിന് തകർക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ പ്രധാന പ്രശ്നം മലയോര മേഖലയിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് വന്യജീവി ശല്യം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അത് മുൻപുണ്ടായിരുന്ന നിയമസഭാ സാമാജികർക്ക് അത് കൃത്യമായി ഇത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു വിശ്വാസമുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ഇതുവരെ ഈ നാടിലെ പ്രശ്നങ്ങൾ, ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരും ഒന്നും ചെയ്തിട്ടില്ല. LDF ആണോ UDF ആണോ? 10 കൊല്ലമായിട്ട് ഇവിടെ LDF ഭരിക്കുന്ന ഒരു MLA ആണ്. 10 കൊല്ലമായിട്ട് LDF ഭരിക്കുന്ന സർക്കാരാണ്. അതിനു മുമ്പ് എത്രയോ കൊല്ലം UDFും കോൺഗ്രസും ഭരിച്ചിട്ടുണ്ട്. അവർ ഇതുവരെ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ? മലയോര കർഷകരും മലയോര ജനങ്ങളുടെ ഈ വന്യമൃഗശല്യം, അവരുടെ ഒരു ലൈവ്ലിഹുഡിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു ഒറ്റ പരിഹാരം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്. ശരി, അവർ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ. ചെയ്തിട്ടില്ല. അവർ വാഗ്ദാനം കൊടുക്കും, ഇലക്ഷൻ്റെ സമയത്ത് വാഗ്ദാനം കൊടുക്കും, ഇലക്ഷൻ കഴിഞ്ഞിട്ട് അങ്ങ് വിട്ട് പവർ പോളിറ്റിക്സും അവസരവാദ രാഷ്ട്രീയം ചെയ്യും. ഇത് 60 കൊല്ലം 65 കൊല്ലമായിട്ട് നടന്ന ഒരു കാര്യമാണ്. ഈ ബൈ ഇലക്ഷനിൽ ആ ഒരു രാഷ്ട്രീയത്തിലൊരു മാറ്റം വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ജനങ്ങൾ അത് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 തവണ PV അൻവറായിരുന്നു ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ MLA. ഇപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നാണ് മത്സരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ? നോക്കൂ, ഈ LDFും UDF എന്ന് പറഞ്ഞാൽ അത് PV അൻവറാണോ, സ്വരാജ് ആണോ, ഷൗക്കത്താണോ, ഇവർക്ക് ആർക്കും ഒരു ഐഡിയോളജിക് ബേസ് ഒന്നുമില്ല. അവർ ഈ അവസരവാദ രാഷ്ട്രീയം അല്ലാണ്ട് അവരടുത്തു കൂടെ പോയിട്ടില്ല. ജനങ്ങളെ സേവിക്കാനോ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ഇവിടെ ഗുണം എന്തെങ്കിലും ചെയ്യാനോ ഒന്നും ഇതുവരെ അവർ വിചാരിച്ചിട്ടില്ല, ചിന്തിക്കൂല്ല. അപ്പോൾ അവർ ഇങ്ങനെ ഈ പവർ പോളിറ്റിക്സ്, അവസരവാദ രാഷ്ട്രീയം, എനിക്ക് സീറ്റ് കിട്ടണം, അല്ല എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ മത്സരിക്കും, നിങ്ങൾക്ക് കിട്ടിയാൽ ഞാനും മറ്റോ മത്സരിക്കും. ഇതല്ലാണ്ട് ഒരു ഒറ്റ വാക്ക് ജനങ്ങളെക്കുറിച്ച്, ജനങ്ങളുടെ ഗുണത്തിനെക്കുറിച്ച് ഇതുവരെ ആരും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയില്ല, പറയാൻ കഴിയില്ല. അവർക്ക് അതല്ല ചെയ്യേണ്ടത്. അവർക്ക് പവർ വേണം, എങ്ങനെയെങ്കിലും പവർ വേണം. ഈ പാർട്ടിയിലല്ലെങ്കിൽ മറ്റേ പാർട്ടിയിലല്ലെങ്കിൽ മറ്റേ പാർട്ടി. ഒന്നും ചെയ്യാണ്ട് വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കി ഡിസ്ട്രാക്ട് ചെയ്ത് പവറിൽ വരണം. അതാണ് അവരുടെ ലക്ഷ്യം. ഞങ്ങളുടെ ലക്ഷ്യം അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഇവിടെ മാറ്റം കൊണ്ടുവരണം. ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വേണം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം, സ്കില്ലിങ്, അവസരം, തൊഴിൽ ഉണ്ടാക്കണം. ഇവിടെ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരണം. ഇതെല്ലാം ഞങ്ങൾ പറയും. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. വികസനം, politics of performance.
അധ്വാനിക്കുന്ന ഒരു രാഷ്ട്രീയം, ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു രാഷ്ട്രീയം, അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ശക്തമായിട്ട് മുമ്പോട്ട് വയ്ക്കും. തീർച്ചയായും അതുതന്നെയാണ്, വികസനം തന്നെയാണ് ബി ജെ പിക്ക് മുൻപിലുള്ള പ്രധാന ലക്ഷ്യം. അതുതന്നെയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ പ്രധാന പ്രചാരണ വിഷയം എന്ന് തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, നിലമ്പൂർ.